ന്യായാധിപന്മാർ 4:21. അത് നിലത്ത് ചെന്ന് ഉറച്ചു. യോശുവയുടെ മരണശേഷം യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തെ നിയന്ത്രിക്കുവാൻ ന്യായാധിപന്മാരെ ആക്കി. ഇസ്രായേൽ ജനം യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. ആ കാലത്ത് ദെബോര എന്ന പ്രവാചകി ഇസ്രായേലിൽ ന്യായപാലനം ചെയ്തുകൊണ്ടിരുന്നു. യഹോവ അവരെ കനാന്യ രാജാവായ യാബീന് വിറ്റുകളഞ്ഞു. അവൻ്റെ സേനാപതി സീസര ഇസ്രായേൽ മക്കളെ 20 സംവത്സരം കഠിനമായി ഞെരുക്കുകയും ഇസ്രായേൽ ജനം യഹോവയോട് നിലവിളിക്കുകയും ചെയ്തു. ദൈവം ആ നിലവിളി കേൾക്കുകയും അവർക്ക് മറുപടി അയക്കുകയും ചെയ്തു. ദെബോര എന്ന പ്രവാചകിയിലൂടെ ദൈവം അത് അറിയിച്ചു. സീസരയെ ദൈവം അവരുടെ കൈകളിൽ കൊടുക്കുമെന്ന് ദെബോര വിളിച്ചു പറഞ്ഞു. യഹോവ തന്നെ സീസരയെയും അവൻ്റെ സകല രഥങ്ങളെയും സൈന്യത്തെയും ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപിൽ തോക്കുമാറാക്കി. സീസര രഥത്തിൽ നിന്നിറങ്ങി കാൽനടയായി ഓടിച്ചെന്നത് ഹേബരിൻ്റെ കൂടാരത്തിലേക്കും അവിടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ യായേൽ സീസരയെ സ്വീകരിച്ചു. ആരും അദ്ദേഹത്തെ കാണാതിരിക്കുവാൻ ഒരു പരവതാനി കൊണ്ട് മൂടി ദാഹത്തിന് പാൽത്തുരുത്തിൽ നിന്ന് കുടിക്കുവാനും കൊടുത്തു. എന്നാൽ യായേൽ കൂടാരത്തിൻ്റെ ഒരു കുറ്റിയെടുത്ത് ചുറ്റിക കൊണ്ട് അതിനെ അവൻ്റെ ചെന്നിയിൽ തറച്ചു. അത് നിലത്ത് ചെന്ന് തറച്ചു. അവൻ ബോധം കെട്ട് മരിച്ചുപോയി. ദൈവത്തിന് തൻ്റെ ജനത്തിൻ്റെ നിലവിളിയെങ്കിൽ ശത്രുവിനെ തകർക്കുവാൻ പല രീതികളുണ്ട്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു എന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ലൂക്കോസ് 10:19. നമ്മെ ഞെരുക്കുന്ന, നമ്മെ പീഡിപ്പിക്കുന്ന, നമ്മെ വിഴുങ്ങിക്കളയുവാൻ ശ്രമിക്കുന്ന ഇരുട്ടിൻ്റെ അധികാരത്തെ നമ്മിൽ കൂടെ തന്നെ തകർത്ത് കളയുവാൻ നമ്മെ ഉപയോഗിക്കുവാൻ ദൈവത്തിന് സാധിക്കും. 1 ശമൂവേൽ 17 ഗോലിയാത്തിനെയും അവൻ്റെ ശക്തിയെയും ഒക്കെ നാം കാണുന്നു. ഫെലിസ്ത്യരുടെ ഒരു ശക്തി കേന്ദ്രമായിരുന്നു ഗോലിയാത്ത്. എന്നാൽ ദാവീദ് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ തൻ്റെ സഞ്ചിയിൽ നിന്ന് ഒരു കല്ലെടുത്ത് കവണയിൽ വെച്ച് വീശി ഫെലിസ്ത്യൻ്റെ നെറ്റിക്കെറിഞ്ഞു. കല്ലവൻ്റെ നെറ്റിയിൽ കൊണ്ടു. അവൻ മരിച്ചു വീണു. വലിയ ആയുധങ്ങളൊന്നും വേണ്ട ശത്രുശക്തിയെ നമുക്ക് തോൽപ്പിക്കുവാൻ. ആത്മാവിൻ്റെ നിറവും ആത്മധൈര്യവും ഉണ്ടെങ്കിൽ നമുക്കവനെ ജയിച്ചടക്കുവാൻ സാധിക്കും. അപ്രകാരം ആത്മാവിൽ അവനെ തോൽപ്പിച്ച് നമുക്ക് ജയാളികളായി ഓരോ ദിവസവും ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, ശത്രുശക്തിയെ ജയിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ദൈനംദിനം സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless us all.